ജിൻഡോ ജോൺ നല്ല പരാജയമുണ്ടായി എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞത്. പരാജയത്തെ അംഗീകരിക്കുന്നു സാമാന്യമായി. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത കോൺഗ്രസിനായതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF കിട്ടി. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേത് SDPI, PFI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾ ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ UDF വേണ്ടി പ്രവർത്തിച്ചു. 3 SNDP യോഗത്തിന്റെ നേതൃത്വത്തിലേക്ക് BJP ഒരു ഇൻറോഡ് ഉണ്ടാക്കി. BDJS വഴി അങ്ങനെ ഈഴവ വോട്ടിൽ വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടായി. പിന്നെ ക്രൈസ്തവ വോട്ട്, കോൺഗ്രസിന്റെ ക്രൈസ്തവ വോട്ട് ചോർന്നുപോയി BJPയിലേക്ക്. ഇതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ള 4 കാരണങ്ങൾ. ഈ 4 കാരണങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അഭിലാഷേ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷന് തോൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഭരണ മുന്നണിയുടെ പാർട്ടി ആ മുന്നണി തോക്കുമ്പോൾ അതിന് കാരണം പറയുന്നത്, ഇവരുടെ കാരണങ്ങൾ കേട്ടാലേ നമുക്ക് ഏറ്റവും തമാശ തോന്നാം. നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത കുറേ കാരണങ്ങൾ. ഒന്നാമത്തെ ഇവർ പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ട് കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കണമെന്നുള്ള പൊതുബോധം കേരളത്തിൽ ഉയർന്നു വന്നു എന്ന. എങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനു മുമ്പൊക്കെ നമ്മൾ പറഞ്ഞത് അത് തന്നെയല്ലേ? BJPക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് CPM കോൺഗ്രസിനെതിരായിട്ടുള്ള പോരാട്ടം മാറ്റിവെച്ച് BJPക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്, കൂടുതൽ ശക്തി കൊടുത്തത്. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്ക് അടക്കം ആളുകളെ വിടണ്ട എന്ന്, പ്രതിനിധിയെ വിടണ്ട എന്ന് CPM തീരുമാനിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലടക്കം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഈ രാജ്യത്ത് ഉണ്ടാകണം, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്ന് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ഇവർക്ക് ഞങ്ങൾ പറഞ്ഞത് അന്ന് കേൾക്കാത്തതിൻ്റെ ഒരു ഭാവമാരാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് വിചാരിക്കും. രണ്ടാമത്തത്, SDPI പിന്നെ വേറെ ആരാടൊക്കെ UDF പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് ഇവർ പറയുന്നത്. PDP എന്ന് പറഞ്ഞ പാർട്ടി LDF പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അതിൻ്റെ പുറകെയൊന്നും പോകാൻ ഇവിടെ നേരമില്ലെന്നേ. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ 8-10 വർഷമായിട്ട് നടത്തിയിട്ടുള്ള ജനദ്രോഹ നയപരിപാടികളെക്കുറിച്ച് സംവദിച്ചു, അവരുമായിട്ട് ഇടപഴകി, അവരോട് കാര്യങ്ങൾ പറഞ്ഞു വിശദീകരിച്ചു. ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോയിന്റ്സ് സ്വീകരിച്ചു, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവിധി ഉണ്ടായി. അതിനെ SDPI ആണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, PDP ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേർതിരിക്കാൻ പറ്റുമോ? ജനങ്ങളാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇവർ പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോയെന്ന്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന മീറ്റിംഗ് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ വന്ന് പറയുകയാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് ചോർന്നുപോയി, SNDPയുടെ വോട്ട് ചോർന്നുപോയി, മുസ്ലിങ്ങളുടെ വോട്ട് ചോർന്നുപോയി. ജാതിയും മതവും പറയാതെ ഇവരൊക്കെ ജാതിയും മതം നോക്കിയല്ല വോട്ട് മാറിപ്പോകുന്നത്. ഇവർക്ക് പെൻഷൻ കൊടുത്തോ? ഇവർക്ക് നിങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിലക്കുറവിൽ സാധനങ്ങൾ കൊടുത്തോ? കേരളത്തിലെ വലിയ വിലവർദ്ധനവിനെ പിടിച്ചു നിർത്താൻ സാധിച്ചോ? ഇവിടെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ചായക്കടകൾ പൂട്ടിയിടണമെന്ന്, ഗ്യാസ് സ്റ്റൗ കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ജീവൻ രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ പോയ DYFIക്കാരെ നിലക്കി നിർത്താത്തതിന്റെ പാപഭാരം ഇവിടുത്തെ ക്രൈസ്തവരുടെയും SNDPക്കാരുടെയും ഈഴവരുടെയും മുസ്ലിങ്ങളുടെയും തലയിൽ വെച്ച് കെട്ടാതെ ഇതിന്റെ ഉത്തരവാദിത്തം CPM തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഏറ്റവും തമാശകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണെന്നറിയോ? ജനങ്ങളുടെ മനോഭാവം വേണ്ടത്ര മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. രണ്ടാമത്താണ് അതിനോട് കൂട്ടി വായിക്കേണ്ടത്, ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തുമെന്ന്. ഇപ്പോൾ ഇവർ പറയുന്ന ജനങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന. CPM ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഇവരുടെ സർക്കാരിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല, ഒരു നയപരിപാടി ഇവർ തിരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ തിരുത്തുമെന്ന്. എവിടെ? ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമില്ലേ, കോൺഗ്രസ് തയ്യാറുണ്ടോന്ന്? SNDPയെ തിരുത്തണം, LDF അനുകൂലമായിട്ടുള്ള പൗരബോധം ഉയർത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോന്ന്. സംസാരം കേട്ടാത്തൊന്നും കോൺഗ്രസിന്റെ KPCC യോഗമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കൂടിയത്. ഞങ്ങൾ 18 സീറ്റിലും തോറ്റു, പിണറായി വിജയന്റെ മുന്നണി 18 സീറ്റിലും ജയിച്ചു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ തിരുത്തണമെന്ന് പറയാം. 10-18 സീറ്റിൽ തോറ്റു നിൽക്കുന്ന 19 സീറ്റിൽ തോറ്റു നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് വന്നിട്ട് പറയാം കോൺഗ്രസ് തിരുത്തണമെന്ന്. നിങ്ങൾ എന്താണ് ഈ തെറ്റ് തിരുത്തുന്നത് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്?